മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് AD 995 മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചപ്പോൾ ആ ഗസ്നിയിൽ നിന്ന് അയാളും അയാളുടെ കൂട്ടത്തിലുള്ള 20 ലക്ഷം സൈന്യങ്ങളും പുറപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം വരെ അവര് സോമനാഥ ക്ഷേത്രം ആക്രമിക്കാനാ വരുന്നത് എന്നറിഞ്ഞിട്ടും ഹിന്ദുക്കള് ഈ 20 ലക്ഷം വരുന്ന സൈന്യങ്ങൾക്ക് അതിഥി ദേവോ ഭവ എന്ന പേരില് ഭക്ഷണവും വെള്ളവും കൊടുത്തു. സോമനാഥ ക്ഷേത്രം ഈശ്വരൻ്റെതാണ്, അതുകൊണ്ട് ഈശ്വരൻ സംരക്ഷിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് അവര് ഓം നമഃശിവായ ചൊല്ലിക്കൊണ്ടിരുന്നു. ഹിന്ദുക്കൾ ചെയ്തത് ആക്രമികൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുകയും ചെയ്തു. അവര് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സോമനാഥ ക്ഷേത്രത്തിലെ 10,000-കണക്കിന് വ്യക്തികളുടെ കഴുത്ത് അറുത്തിട്ടാണ് മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ചൂഷണം ചെയ്ത് അതിനകത്തുള്ളതെല്ലാം കട്ടുകൊണ്ടുപോയത്. ജ്വാലാമുഖി ക്ഷേത്രത്തിലും ഇത് തന്നെയാണ്. വാരണാസി ക്ഷേത്രത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. മല്ലിക് കഫൂർ എന്ന് പറയുന്ന തീവ്ര കൊലയാളി അത്ഭുതകരമായ രീതിയിൽ പാണ്ഡ്യന്മാരെ രണ്ടുപേരെയും, വീരപാണ്ഡ്യ കട്ടബൊമ്മനെയും സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മനെയും പരസ്പരം അടിപ്പിച്ച് അവസാനം രണ്ടുപേരെയും കൊന്ന് മധുര മീനാക്ഷി ക്ഷേത്രം ലൂട്ടി ചെയ്ത് പോയപ്പോഴും ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ കൂടിയിരുന്നവരെല്ലാം ദൈവത്തിന് സ്തുതി പാടുകയും നാമം ജപിക്കുകയുമാണ് ചെയ്തത്. ഇപ്പോ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വിശ്വ ഹിന്ദു പരിഷത്തുകാരും ഹിന്ദു ഐക്യവേദിക്കാരും ഹൈന്ദവ പരിവാർ സംഘടനകളുമാണെന്ന് തോന്നുന്നു. അടുത്ത കാലത്ത് കാക്കനാട് ഞാനൊരു പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ തൃക്കാക്കരയിൽ ഹിന്ദുമത സമ്മേളനമുണ്ട് എന്ന് ഞാൻ പ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇപ്പം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ശ്രീരാമൻ്റെ താരകമന്ത്രം ജപിക്കുകയാണ്, എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. സാധാരണ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും എല്ലാം സമ്മേളനം നടക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രൊസഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ജാഥ നടക്കുമ്പോൾ, പ്രതിഷേധപരമായ മാർച്ച് നടക്കുമ്പോൾ എല്ലാം നാമം ജപിക്കലാ പതിവ്. ഈ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ 1000 വർഷമായിട്ട് നമ്മളുടെ ക്ഷേത്രങ്ങളും നമ്മളുടെ ആശ്രമങ്ങളും നമ്മളുടെ സ്ഥാപനങ്ങളും എല്ലാം ഗവൺമെൻറ് ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ എടുത്തുകൊണ്ട് പോകുന്നതും വാരിക്കൂട്ടിയെടുക്കുന്നതും. ഈ നാമം ജപിക്കണ്ട എന്നല്ല, നാമം ജപിച്ച് ഹിന്ദുവിന് എന്ത് ആത്മാഭിമാന ബോധം ഉണ്ടാക്കാനാ ഉദ്ദേശിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തുകാരും ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും എന്ന് മനസ്സിലാക്കുന്നില്ല. വല്ല ആവേശമുള്ളവനെയും തളർത്താൻ മാത്രമേ ഈ നാമജപം ഉപകരിക്കുള്ളൂ എന്നുകൂടി ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. ആലോചിച്ചു നോക്കാം, ഓരോ സ്ഥലത്ത് ശിവരാത്രി ആലുവാപ്പുഴ തീരത്ത് ശിവരാത്രി ആഘോഷിക്കുന്ന, പിതൃകർമ്മം ആഘോഷിക്കുന്ന, ക്ഷേത്ര കർമ്മങ്ങൾ ആചരിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് സമ്മേളനം നടത്താനായിട്ട് അനുവാദം കൊടുത്തപ്പോൾ എറണാകുളം ജില്ലയിൽ ഹർത്താലാണ് നടത്തിയത്. ഈ ഹർത്താൽ നടത്തിയതിൻ്റെ പരിണത ഫലം എന്താ? ഒരു ജില്ലയിലെ 1000-കണക്കിന് യാത്രക്കാരും ജോലിക്കാരും റോട്ടിൽ വലഞ്ഞു. ആ റോട്ടിൽ വലഞ്ഞ ഓട്ടോറിക്ഷ പോലും തല്ലി തകർത്ത്, ബസ് പോലും തല്ലി തകർത്ത് ശിവരാത്രിയുടെ ആലുവാപ്പുഴ മണൽത്തീരം, ശിവരാത്രി ആഘോഷിക്കുന്ന ആലുവാപ്പുഴ മണൽത്തീരത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തത് എറണാകുളം ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളല്ല, അവരെ റോട്ടിൽ ഇറക്കി പെരുവഴിയാക്കാനായിട്ട്. അത് ചെയ്തത് ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരാ. ആ ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരെ കണ്ട് അവിടെ ഗരാവോ ചെയ്യണമെങ്കിൽ ചെയ്ത് അവരെ കൈകാര്യം ചെയ്ത് ഈ തീരുമാനം മാറ്റിക്കാതെ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അമ്പലത്തിലെ ഗ്രൗണ്ടിൽ സമ്മേളനം നടത്താനുള്ള അനുവാദം പിൻവലിച്ചില്ലെങ്കിൽ അവിടെ അതിഗംഭീരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയിക്കുന്നതിന് പകരം പാവപ്പെട്ട നാട്ടുകാർക്കെതിരെയാണ് പ്രതിഷേധം ഉണ്ടായത്. നമ്മൾ ഹിന്ദുക്കൾ ഒന്നറിയണം, ഈ കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുമ്പോഴും, TP ചന്ദ്രശേഖരൻ്റെ നടക്കുമ്പോഴും, ഇലക്ട്രിസിറ്റിയുടെ വില കൂട്ടുമ്പോഴും, വെള്ളത്തിൻ്റെ ക്ഷാമം നടക്കുമ്പോഴും, വിദ്യാഭ്യാസ ബില്ലിനെ കുറിച്ച് ചർച്ച നടത്തുമ്പോഴും, ഇതെല്ലാം നടക്കുമ്പോഴും മുസ്ലിങ്ങൾ ആരും കാണാതെ അവർക്ക് നേടാനുള്ളതും അവർക്ക് അർഹതപ്പെട്ടതും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർ സമരവും ചെയ്യണില്ല, അവർ പ്രതിഷേധിക്കുന്നുമില്ല, അവർക്ക് കിട്ടാനുള്ളതെല്ലാം അവർ നേടിയെടുക്കൊണ്ട് പോകുന്നുണ്ട്.
ക്രിസ്ത്യാനികളും അവർക്ക് കിട്ടാനുള്ളത് ഭരണത്തിനകത്തുള്ള സെക്രട്ടറിമാരെയും മറ്റുള്ളവരെയും ഭരണാധികാരികളെയും കണ്ട് അവർക്ക് നേടാനുള്ളതെല്ലാം അവർ നേടുന്നുണ്ട്. അങ്ങനെ ഹൈന്ദവ ജനത ഭരണശിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ കണ്ട് ഇതുമാതിരിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇരു ചെവി അറിയാതെ കാണുന്നതിന് പകരം നാട്ടുകാരെ റോട്ടിലേക്ക് ഇറക്കിയിട്ട് നാമം ജപിച്ചത് കൊണ്ടൊക്കെ പ്രശ്നം തീരുമായിരുന്നു എങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാകുമായിരുന്നില്ല. AD 995 മുതൽക്ക് പണ്ട് AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ രാമനവമി ആഘോഷം തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടത്തിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് പെന്തക്കോസ്തുകാർ സുവിശേഷത്തിന് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ട മൈതാനം ബുക്ക് ചെയ്തു. ഇതറിഞ്ഞ് ചെങ്കോട്ടുകോണം രാമദാസ മിഷനിലെ സ്വാമിജി പറഞ്ഞു, ഞങ്ങൾ 10-15 കൊല്ലമായിട്ട് പുത്തരിക്കണ്ടത്ത് സമ്മേളനം നടത്തുകയാണ്. ഈ വർഷം പെന്തക്കോസ്തുകാർ അറിഞ്ഞുകൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തത്. ശിവസേനക്കാര് മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് പറഞ്ഞ വരി ഇതാണ്: കഴിഞ്ഞ 15 വർഷമായിട്ട് പുത്തരിക്കണ്ടത്ത് രാമനവമി ആഘോഷം കൃത്യ ദിവസങ്ങളിൽ നടക്കാറുണ്ട്. ഈ വർഷം കോർപ്പറേഷനകത്ത് ജോലി ചെയ്യുന്ന പെന്തക്കോസ്തുകാര് സുവിശേഷം നടത്താൻ മറ്റു പെന്തക്കോസ്തുകാർക്ക് ആ ഗ്രൗണ്ട് കൊടുത്തു. അത് ക്യാൻസൽ ചെയ്ത് ചെങ്കോട്ടുകോണം ആശ്രമത്തിന് രാമനവമി ആഘോഷം നടത്താൻ കൊടുത്തില്ലെങ്കിൽ തിരുവനന്തപുരം കത്തും. അതിൻ്റെ പരിണതഫലം പറയാൻ സാധിക്കില്ല. 1 മണിക്കൂർ കൊണ്ട് AK ആന്റണി കോർപ്പറേഷൻ അധികൃതരെ വിളിച്ച് ആ പുത്തരിക്കണ്ടം മൈതാനം രാമനവമി ആഘോഷത്തിന് വിട്ടുകൊടുത്തു. ഇതുപോലെ ആണത്വമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം രാമനാമം ജപിച്ചുകൊണ്ട് നാരായണനെ ജപിച്ചുകൊണ്ട് നടക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തുകാരുടെയും ഹിന്ദു ഐക്യവേദിക്കാരുടെയും മനസ്സ് മാറണം. ആണുങ്ങളെ പോലെ പ്രതികരിക്കാനും ആ തീരുമാനമെടുക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് സ്വാധീനം ചെലുത്താനും, അത് ഏത് മുസ്ലിം മന്ത്രിയാണെങ്കിലും ഏത് ക്രിസ്ത്യൻ മന്ത്രിയാണെങ്കിലും ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും ഇപ്പോ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള മന്ത്രിമാരാണ്. ധാർഷ്ട്യമില്ലാത്ത മന്ത്രിമാരാണ്. ഇടതുപക്ഷ മന്ത്രിമാരെ പോലെയൊന്നും അല്ല. അപ്പോൾ നമുക്ക് കാര്യം നേടാൻ വേണ്ടിയിട്ട് ആരെയൊക്കെ കാണണോ ആരെയൊക്കെ സ്വാധീനിക്കണോ വെറുതെ മെമ്മോറാണ്ടം കൊടുത്താലൊന്നും പോരാ. അവസാനം വരെ അതിന് ഫൈറ്റ് ചെയ്യലാണ് ഈ സമരം നടത്തലും ഹർത്താൽ നടത്തലും രാമനാമം ജപിച്ചുകൊണ്ട് ചുമ്മാ ഉള്ള ആവേശവും കൂടി തണുപ്പിക്കലും ചെയ്യുന്നതിനേക്കാൾ നല്ലത്. ഇതുമാതിരിയുള്ള സമരമോ ഹിന്ദു ഐക്യമോ നടക്കുന്ന വേദിയിൽ കത്തിജ്വലിക്കുന്ന പ്രഭാഷണങ്ങൾ, എത്രയോ പേരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടല്ലോ. ആ പ്രഭാഷണങ്ങളുടെ CD ഇട്ടൂടെ? അവരതൊന്ന് കേട്ടു പഠിക്കട്ടെ. ഭാരതീയ പൈതൃകത്തിന്റെ CD-കൾ ഇട്ടൂടെ? നന്മ നിറഞ്ഞ ഒത്തിരി ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണങ്ങൾ കേൾക്കാനെങ്കിലും ഈ അവസരം ഉപയോഗിക്കുന്നതിന് പകരം രാവിലെയും വൈകുന്നേരവും വീട്ടിൽ പൂജാമുറിയിൽ ഇരുന്ന് ജപിക്കേണ്ട രാമനാമ ജപവും ഹരേ കൃഷ്ണ ജപവും താരകമന്ത്ര ജപവുമെല്ലാം റോട്ടില് വെച്ച് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും മാർക്സിസ്റ്റുകാർക്കും അറിയാം ഇവരിതിലപ്പുറം പോവുമൊന്നുമില്ല. നാമജപം മാത്രമാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ളത്. ഭാരതം മുഴുവനും ഹൈന്ദവ ജനതയെ നിർവീര്യമാക്കിയത് ഈ റോട്ടില് സമരത്തിന്റെ പേരിലുള്ള നാമജപാണ്, ജാഥയുടെ പേരിലുള്ള നാമജപാണ്, പ്രതിഷേധത്തിന്റെ പേരിലുള്ള നാമജപാണ്. ജാഥയ്ക്കും പ്രതിഷേധത്തിനും അതുപോലെയുള്ള സെമിനാറിനും ജപിക്കേണ്ടതല്ല നാമജപം. അതിന് വേറെ ഉദ്ദേശമുണ്ട്. ജാഥയും പ്രതിഷേധവും നടത്തുമ്പോൾ പ്രതിഷേധം ഇഫക്റ്റീവാക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ വേണ്ടത്. ആലോചിച്ച് നോക്കാം. തുളസിദാസും രാമദാസും മീര മഹാകവിയും ഭക്തകവികളായത് ഭക്തി കൊണ്ടൊന്നുമല്ല. അവര് ഭക്തി കൊണ്ടാണെന്ന് പറയുന്നത് ശുദ്ധബദ്ധ. മറിച്ച് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന മുസ്ലിങ്ങളുടെ തീവ്രമായ നരഹത്യ, ഭാരതമെമ്പാടും കോടിക്കണക്കിന് ഹിന്ദുക്കളെ കൊല്ലുകയും ഹിന്ദു സ്ത്രീകളെ ഗർഭിണികളാക്കുകയും ചെയ്യുന്ന ആ കാലത്ത് മുസ്ലിങ്ങളുടെ തീവ്രമായ പ്രവൃത്തികൾ സഹിക്കവയ്യാതെ ഇനി ഈശ്വരനെ ശരണം പ്രാപിക്കൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ടിട്ടാ അവര് ഭക്തി മാർഗത്തിലേക്ക് പോയത്. ടിപ്പു സുൽത്താൻ 20,000 ഹിന്ദുക്കളെ വെച്ച് പശു ഇറച്ചി തീറ്റി അവരെ മുസ്ലിങ്ങളാക്കിയപ്പോ ഇവിടുത്തെ ബ്രാഹ്മണരും രാജാക്കന്മാരും പറഞ്ഞത് ഒരിക്കൽ മുസ്ലിം ആയാൽ തിരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. അപ്പോ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കും ആ മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് മലപ്പുറത്ത് ഇത്രയും മുസ്ലിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, മൈസൂരില് ഇത്രയും മുസ്ലിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, കാശ്മീരില് മുസ്ലിങ്ങളുടെ തീവ്രവാദം ഇത്രയും വരുമായിരുന്നില്ല.
ജമ്മുവിലെ രാജാവ് മാത്രമാണ് മതം മാറിയ മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ജമ്മു ഇന്നും ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഓർമ്മിക്കണം, നമ്മൾ നാമം ജപിച്ചിരിക്കേണ്ട സ്ഥലത്ത് നാമം ജപിച്ചിരിക്കണം, ഉറങ്ങേണ്ട സ്ഥലത്ത് ഉറങ്ങണം, ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്ത് ഭക്ഷണം കഴിക്കണം. അല്ലാതെ പ്രതിഷേധവും കാര്യം നേടുകയും ചെയ്യുമ്പോൾ അതിന് ഈ കാര്യം നേടിക്കൊടുക്കുന്ന വ്യക്തികളുടെ അടുത്ത് ചെന്ന് കാര്യം നേടാനുള്ള ഗ്രൂപ്പ് മുസ്ലിങ്ങൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്. ആരെയൊക്കെ കണ്ടാലാണ് അവരുടെ കാര്യം നടക്കുക, ആരെ കൊണ്ടൊക്കെ തീരുമാനമെടുപ്പിച്ചാലാണ് അവരുടെ കാര്യം നടക്കുക എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ അറിഞ്ഞ് നമ്മളും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കണം. പലപ്പോഴും ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും പ്രഭാഷണം കഴിഞ്ഞ് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അതായത് ഞാൻ പറയാനുള്ളത് എല്ലാം പറഞ്ഞു, ഇനി അയ്യപ്പൻ രക്ഷിച്ചാൽ രക്ഷിച്ചു, ഇല്ലെങ്കിൽ രക്ഷിച്ചില്ല, ഹിന്ദുക്കളെ ഇനി അയ്യപ്പന് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന ധാരണ കൂടി ഉണ്ടാക്കിയിട്ടാണ് പലപ്പോഴും പ്രഭാഷണം അവസാനിപ്പിക്കുക. ഭാരത് മാതാ കി ജയ് എന്നോ ഹിന്ദു ധർമ്മ കി ജയ് എന്നോ പറഞ്ഞ് ആത്മാഭിമാനത്തോടു കൂടി പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് പകരം പലപ്പോഴും ഹിന്ദുവിൻ്റെ അവസ്ഥ പറഞ്ഞ് മുമ്പിലുള്ളവരെ കൂടി തളർത്തിയിട്ട ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും എല്ലാം പ്രസംഗം അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ എങ്ങനെ പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗോപാലകൃഷ്ണനല്ല. എങ്ങനെ വേണമെങ്കിൽ പ്രസംഗിക്കുകയോ പ്രസംഗിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതുമാതിരിയുള്ള പ്രതിഷേധ റാലിയും സമ്മേളനമൊക്കെ നടത്തുമ്പോൾ അവരൊക്കെ അള്ളാഹുവിന് ജയ് പറഞ്ഞിട്ടൊന്നുമല്ല, അവർ നേടിയെടുക്കാനുള്ളത് എങ്ങനെ നേടിയെടുക്കണമെന്ന് വ്യക്തമായി ഉത്ബോധനം ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ട് ഓരോ ആൾക്കാരെ നിർത്തിയിട്ടാണ്. അപ്പൊ നമ്മൾ കാണേണ്ടവരെ കണ്ട് നേടേണ്ടത് നേടാൻ ഇത്രയും വലിയൊരു മാൻ പവറിന്റെ ആവശ്യമില്ല. വളരെ കുറച്ചു പേര് വിചാരിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. കുറെ ആൾക്കാരെ സംഘടിപ്പിക്കാൻ സാധിക്കും. ഒരു കെട്ടിടം ഇഷ്ടിക കൊണ്ട് മാത്രം നിർമ്മിക്കാം, സിമന്റ് ഇടാതെ നിർമ്മിക്കുന്ന മാതിരി ഇരിക്കും. അത് നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നേടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഒരു അറിവ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടികക്കിടയ്ക്ക് സിമന്റ് ഇടുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഹിന്ദു ധർമ്മത്തിനുള്ള അവച്യുതിയും അർഹതപ്പെട്ടത് ലഭിക്കാതെ പോകുന്നതുമെല്ലാം ലഭിക്കുള്ളൂ. SC ST വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളോട് ഞാൻ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, നിങ്ങൾ നേടിയെടുക്കാനുള്ളത് ഏത് മന്ത്രിയെ കാണണം, ഏത് സെക്രട്ടറിയെ കാണണം, ഏത് മുഖ്യമന്ത്രിയെ കാണണം, അവരെ ചെന്ന് കണ്ട് അത് നേടിയെടുക്കുന്നത് വരെ വിശ്രമിക്കരുത്. അതിൽ 4 or 5 പേര് കച്ചകെട്ടി ഇറങ്ങിയാൽ മതി. 10,000-കണക്കിന് ആൾക്കാർ സെക്രട്ടേറിയറ്റിൽ പോകേണ്ട കാര്യമില്ല. ഒരു കാര്യം ഉറപ്പാ, ഇപ്പൊ ഭരിക്കുന്നവര് എന്തും കേൾക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അവർ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. നമുക്ക് നീതി കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതിനകത്ത് കുറെ കൂടുതൽ പേരുണ്ട്. അതുകൂടി നമ്മൾ അറിഞ്ഞ് ധാർഷ്ട്യമില്ലാത്ത കുറെ ഭരണാധികാരികളെ ചെന്ന് കണ്ട് നമ്മുടെ കാര്യം നേടിയെടുത്ത് ഓരോ കാര്യവും എഫക്റ്റീവായിട്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ചെയ്യാൻ വിശ്വ ഹിന്ദു പരിഷത്തിലെയും ഹിന്ദു ഐക്യവേദിയിലെയും അതുപോലെയുള്ള ഹൈന്ദവ കാര്യങ്ങൾ ചെയ്യുന്ന SNDPയിലെയും NSSലെയും പുലയ മഹാസഭയിലെയും വ്യക്തികൾക്ക് നാടാർ ഹിന്ദു നാടാർ വിഭാഗത്തിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.